ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 9-ാം അധ്യായം 36-ാം ശ്ലോകം മുതൽ അർത്ഥം പറഞ്ഞ് വിവരിക്കുന്നു. ഏവം സഹസ്രവദനാഘ്രിശിരക്കരോരുനാസാസ്യ കർണനയനാഭരണായുധാഢ്യം മായാമയം സതുപലക്ഷിതസന്നിവേശം ദൃഷ്ട്വാ മഹാപുരുഷമാപമുദം വിരിഞ്ചഃ. ഏവം സഹസ്രവദനാഘ്രി ശിരക്കരോരുനാസാസ്യ കർണനയനാഭരണായുധാഢ്യം മായാമയം സതുപലക്ഷിതസന്നിവേശം ദൃഷ്ട്വാ മഹാപുരുഷമാപമുദം വിരിഞ്ചഃ. അങ്ങയുടെ ഈ 1000 മുഖമുള്ള ശിരസ് തൊട്ട് കരങ്ങൾ, ഊരുക്കൾ, നാസിക, മുഖത്തിൻ്റെ അന്തർഭാഗം, ചെവികൾ, നേത്രങ്ങൾ, ആഭരണ മുതലായ അലങ്കാരങ്ങൾ, ആയുധങ്ങൾ, എല്ലാ സകല ജഡിനോടും കൂടിയ അലങ്കാരത്തോടും കൂടിയ മായാപ്രധാനവുമായ മഹാപുരുഷനെ കണ്ടിട്ട് ബ്രഹ്മാവ് സന്തോഷത്തെ പ്രാപിച്ചു. അത് സ്തുതി ഉള്ളതിനകത്ത് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സ്തുതി നമ്മൾ നന്നാക്കി വായിച്ച് പഠിച്ചാൽ മാത്രം മതി. തസ്മൈ ഭവാൻ ഹയശിരസ്തനുവം ച ബിഭ്രത് വേദദ്രുഹാവതിബലോ മധുകൈഡഭാഗ്യൗ ഹത്വാ നയ ശ്രുതിഗണാംസു രജസ്തമശ്ച സത്വം തവ പ്രിയതമാം തനുമാമനന്ദി. തസ്മൈ ഭവാൻ ഹയശിര തനുവം ഹയശിരഃ തനുവൻ ച ബിഭ്രത് വേദദ്രുഹാവതിബലൗ മധുകൈഡഭാഗ്യൗ ഹത്വാനയത് ശ്രുതിഗണാംസ്തു രജസ്തമശ്ച സത്വം തവ പ്രിയതമാം തനും ആമനന്ദി. ഒന്നുകൂടെ അത് കിട്ടിയല്ലോ എല്ലാ വാക്കുകളും ഒന്നുകൂടെ മൊത്തം വായിക്കാം. തസ്മൈ ഭവാൻ ഹയശിരത്തനുവം ച ബിഭ്രത് വേദദ്രുഹാവതിബലൗ മധുകൈഡഭാഗ്യൗ ഹത്വാനയ ശ്രുതിഗണാംസ്തു രജസ്തമശ്ച സത്വം തവ പ്രിയതമാം തനുമാമനന്ദി. യുദ്ധം തിര്യക് ഋഷി ദേവ ഝഷ അവതാരൈർ. തിര്യക് രണ്ടാമത്തെ വാക്ക്, ഋഷി ദേവ ഝഷാവതാരൈ, അതായത് മനുഷ്യർ, തിര്യക്കുകൾ എന്ന് വെച്ചാൽ ലംബമായിട്ട് നിൽക്കുന്ന നാൽക്കാലികൾ, ഋഷിമാർ, ദേവന്മാർ, മത്സ്യങ്ങൾ, ഈ യോനികളിൽ പല അവതാരങ്ങളെ കൊണ്ട് ലോകങ്ങളെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. യുദ്ധം തിര്യക് ഋഷി ദേവ ഛഷാവതാരൈർ ലോകാൻ വിഭാവയസി ഹംസി ജഗത് പ്രദീപാൻ ധർമ്മം മഹാപുരുഷപാസിയുഗാനുവൃത്തം ഛന്നകലൗ യദഭവ ത്രിയുഗോധ സത്വം യദഭവ സ്ത്രീയു എന്നൊന്നിച്ച് വായിക്കാം. അല്ല, അവിടെ നിർത്തണമെങ്കിൽ ഛന്നകലൗ യദഭവ ത്രിയുഗോധ സത്വം. അതിനകത്ത് വേറെ വാക്കുകളൊന്നും പിരിച്ച് പറയേണ്ടതില്ല. നൈതൻ മനസ്തവ കഥാസു വികുണ്ഠനാഥ സംപ്രീയതേ ദുരിതദുഷ്ടമസാധു തീവ്രം കാമാതുരം ഹർഷശോക ഭയൈഷണാർത്ഥം തസ്മിൻ കഥം തവ ഗതിം വിമൃശാമി ദീനഃ. നൈതൻ മനസ്തവ കഥാസു വികുണ്ഠനാഥ സംപ്രീയതേ ദുഷ്ടമസാധു തീവ്രം കാമാതുരം ഹർഷശോകഭയൈഷണാർത്ഥം തസ്മിൻ കഥം തവ ഗതിം വിമൃശാമി ദീനഃ. ജിഹ്വൈഗതോച്യുത വികർഷതി മാ വിതൃപ്ത ശിഷ്ണോന്യതസ്ത്വഗുദരം ശ്രവണം കുതശ്ചിത്. ശിഷ്ണോന്യതസ്ത്വഗുദരം ശ്രവണം കുതശ്ചിത്. ചപലദൃക് ഒന്നിച്ച് പറയുമ്പോൾ ഘ്രാണോന്യതശ്ചപലദൃക് നായതാണ്. ഘ്രാണോന്യത ചപലദൃക്. ഘ്രാണോന്യത ചപലദൃക് ക്വച കർമ്മശക്തിർ ബഹ്വ്യ എന്ന് പറയണേ. ബഹ്വ്യ സപജ്ഞൈവ ഗേഹപതിം ലുനന്തി.
ഏവം സ്വകർമ്മപതിതം ഭവ വൈതരണ്യാം. വൈതരണ്യാം എന്നാക്കുക. പിന്നെ അന്യോന്യ ജന്മ മരണാസന ഭീതഭീതം. അന്യോന്യ ജന്മ മരണാസന ഭീതഭീതം. പശ്യൻ ജനം സ്വപരവിഗ്രഹവൈരമൈത്രം ഹന്തേതി പാരചര പീപൃഹി മൂഢമദ്യ. പീപൃഹി പരിപാലിക്കുക എന്നർത്ഥം. പീപൃഹി പരിപാലിക്കുന്നു എന്നോട് വായിക്കാം. ഏവം സ്വകർമ്മപതിതം ഭവ വൈതരണ്യാം അന്യോന്യജന്മ മരണാശന ഭീതഭീതം പശ്യൻ ജനം സ്വപരവിഗ്രഹവൈരമൈത്രം ഹന്തേതി പാപചര പീപൃഹി മൂഢമദ്യ. കോന്വത്ര തേഖില ഗുരോ ഭഗവൻ പ്രയാസ ഉത്താരണേസ്യ ഭവസംഭവലോപഹേതോ മൂഢേഷു വൈ മഹദനുഗ്രഹ ആർത്തബന്ധോ കിം തേന തേ പ്രിയജനാൻ അനുസേവതാം നഃ. പ്രിയജനാൻ അനുസേവതാം നഃ. പ്രിയജനാൻ അനുസേവതാം നഃ. നൈവോദ്വിജേ പരദുരത്യയ വൈതരണ്യാ ത്വദ്വീര്യഗായന മഹാമൃതമഗ്നചിത്തഃ. വാക്കുകൾ നോക്കണം. ത്വദ്വീര്യ ഗായന മഹാമൃത മഗ്നചിത്തഃ. നൈവോദ്വിജേ. നൈവ ഉദ്വിജേ. ന ഏവ ഉദ്വിജേ എന്ന വാക്ക് ഒന്നിച്ച് പറഞ്ഞപ്പം നൈവോദ്വിജേ പരദുരത്യയ വൈതരണ്യാഃ ത്വദ്വീര്യഗായന മഹാമൃത മഗ്നചിത്തഃ. ശോചേ തതോ വിമുഖചേതസ ഇന്ദ്രിയാർത്ഥ മായാസുഖായ ഭരമുദ്വഹതോ വിമൂഢാൻ. ഇന്ദ്രിയാർത്ഥമായ കേട്ടോ, അത് മാ തന്നെയാണ്. ഇന്ദ്രിയാർത്ഥം ആയാന്നല്ല, ഇന്ദ്രിയാർത്ഥം മായാസുഖായ. അവിടെ ഒരു ടിക്കിട്ട് വെക്കുക. ആ മായ എന്നുള്ളത് മാ തന്നെയാണ് വായിക്കേണ്ടത്. ശോചേ തതോ വിമുഖചേതസ ഇന്ദ്രിയാർത്ഥമായ സുഖായ ഭരമുദ്വഹതോ വിമൂഢാൻ. പ്രായേണ ദേവമുനയ സ്വവിമുക്തികാമാ മൗനം ചരന്തി വിജനേന പരാർത്ഥനിഷ്ഠാം. നൈതാൻ വിഹായ കൃപണാൻ വിമുമുക്ഷയേകോ നാന്യത്വദസ്യ ശരണം ഭ്രമതോനുപശ്യേം. ഒന്നുകൂടെ വായിക്കാമേ. പ്രായേണ ദേവ മുനയ സ്വവിമുക്തികാമാ മൗനം ചരന്തി വിജനേ ന പരാർത്ഥനിഷ്ഠാഃ. നൈതാൻ വിഹായ കൃപണാൻ വിമുമുക്ഷ ഏകോ നാന്യത്വദസ്യ ശരണം ഭ്രമതോനുപശ്യേം. യന്മൈഥുനാദിഗൃഹമേധി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖം തൃപ്യന്തി നേഹകൃപണാ ബഹുദുഃഖഭാജഃ കണ്ടോതിവന്മനസിജം വിഷഹേദധീരഃ. യന്മൈഥുനാദി ഗൃഹമേധി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖം തൃപ്യന്തി നേഹ കൃപണാ ബഹുദുഃഖഭാജഃ കണ്ടോതിവന്മനസിജം വിഷഹേദധീരഃ. മൗനവ്രതശ്രുതതപോധ്യയന സ്വധർമ്മ വ്യാഖ്യാരാഹോ ജപസമാധയ ആപവർഗ്യാഃ. കോമ ഇടേണ്ട സ്ഥലങ്ങളുണ്ട്. മൗനവ്രത ശ്രുത തപോധ്യയന, അവിടെ നിന്ന് കോമ ഇടണം. മൗനവ്രത കഴിഞ്ഞ് കോമ ഇടണം. മൗനവ്രത ശ്രുത തപോധ്യയന സ്വധർമ്മവ്യാഖ്യാരഹോ, അവിടെ സ്വധർമ്മവ്യാഖ്യാരഹോ വരെ വായിക്കുക. പിന്നെ ജപസമാധയ ആപവർഗ്യാഃ പ്രായഃ പരം പുരുഷത്തെ തു അജിതേന്ദ്രിയാണാം. തു അജിതേന്ദ്രിയാണ് ത്വായത്. തു അജിതേന്ദ്രിയ എന്ന് വായിച്ചാൽ നന്നായിരിക്കും. വാർത്താ ഭവന്ത്യുത ന വാത്ര തു ദാംഭികാനാം. വാർത്താ ഭവന്ത്യുത ന വാത്ര തു ദാംഭികാനാം. രൂപേ ഇമേ സദസതി തവ വേദസൃഷ്ടേ ബീജാങ്കുരാവിവ ന
ചാന്യതരൂപകസ്യ യുക്താ സമക്ഷമുഭയത്ര വിചിന്വതേ ത്വാം യോഗേന വന്യമിവ ദാരുഷു നാന്യത സ്യാത് രൂപേ ഇമേ സദസതി തവ വേദസൃഷ്ടേ ബീജാങ്കുരാവിവ ന ചാന്യത അരൂപകസ്യ യുക്താ സമക്ഷം ഉഭയത്ര വിചിന്വതേ ത്വാം യോഗേന വന്യമിവ ദാരുഷു നാന്യത സ്യാത് ത്വം വായുരഗ്നിരവനിർ അതും പിരിക്കാനുണ്ട്. ത്വം വായുഹു അഗ്നിർ അവനിർ വിയദംബു മാത്ര. അവനി വിയത് അമ്പു മാത്ര. മാത്ര എന്ന് ശബ്ദാദി വിഷയങ്ങളാണ്. അവനി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്. വിയതെന്ന് പറഞ്ഞാൽ ആകാശമാണ്. അമ്പു ജലം. ചിത്തം. അപ്പം നോക്കിക്കേ, ത്വം വായുരഗ്നിർ അവനിർ വിയദംബു മാത്ര. അഗ്നിയുടെ രായുടെ അവിടെ രാ എഴുതി വെക്കുകയാണെങ്കിൽ അവനിർ എന്ന് നമ്മൾ വായിക്കും. പ്രാണേന്ദ്രിയാണി ഹൃദയം ചിത് അനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ നാന്യത് ത്വദസ്ത്യപി മനോവചസാ നിരുക്തം. നാന്യത് ത്വദസ്ത്യപി മനോവചസാ നിരുക്തം. നൈതേ ഗുണാ ന ഗുണിനോ മഹദാദയോ യേ സർവേ പ്രഭൃതയ. നൈതേ ഗുണാ ന ഗുണിനോ മഹദാദയോ യേ സർവേ മനഃപ്രഭൃതയ സഹദേവമർത്യാഃ ആദ്യന്തവന്ത ഉരുകായ വിദന്തി ഹി ത്വാം. ഏവം ത്വാം നാക്കുക, പിന്നെ മേ വെട്ടിയിട്ട് ഏവം നാക്കുക, അതാ വായിക്കാൻ സുഖം. ഏവം വിമൃശ്യ സുധിയോ വിരമന്തി ശബ്ദാത് തത്തേർഹത്തമനമസ്തുതി കർമ്മഭൂജാഃ കർമ്മസ്മൃതി ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാ കിം ഭക്തിം ജന പരമഹംസഗതൗ ലഭേതാം. തത്തേർഹത്തമനമ സ്തുതി കർമ്മപൂജാഃ കർമ്മസ്മൃതിശ്ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാ കിം ഭക്തിം ജന പരമഹംസഗതൗ ലഭേതാം. ഇത്രയാണ് സ്തുതി. ഇനി നാരദ ഉവാച ഏതാവദ്വർണിത ഗുണോ ഭക്ത്യാ ഭക്തേന നിർഗുണഃ പ്രഹ്ലാദം പ്രണതം പ്രീതോ യദമന്യുരഭാഷത. അങ്ങനെ ആ ഭഗവാൻ ഭക്തനായ പ്രഹ്ലാദൻ ഈ സ്തുതിയൊക്കെ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ചെയ്തപ്പോൾ ഭഗവാന്റെ നല്ല ഭക്തവാത്സല്യ ഗുണങ്ങളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചത് കേട്ടിട്ട് ഭഗവത് പാദങ്ങളിൽ നമസ്കരിച്ചു. ഭഗവാന്റെ ഗുണങ്ങളെ ഇങ്ങനെ വർണ്ണിച്ച് ആ പ്രാകൃത ഗുണങ്ങളിൽ നിന്ന് അതിക്രമിച്ചിരിക്കുന്ന ഭഗവാൻ വളരെയധികം പ്രാകൃതമായ ആ രീതിയിൽ നിന്ന് മാറി ഭഗവാൻ സന്തുഷ്ടനും ആ കോപത്തെ എല്ലാം അടക്കിയവനുമായിട്ട് പ്രഹ്ലാദനോട് ഇപ്രകാരം പറഞ്ഞു. പ്രഹ്ലാദ ഭദ്രഭദ്രം തേ പ്രീതോഹം തേ സുരോത്തമ പരം ഋണീഷ്വാഭിമതം കാമപൂരോസ്മ്യഹം നൃണാം. എന്തെങ്കിലും വരത്തെ നീ സ്വീകരിച്ചുകൊള്ളൂ. പ്രഹ്ലാദ, നിനക്ക് മംഗളം ഉണ്ടാവട്ടെ. നീ എത്രയും അസുരോത്തമനാണ്, നീ അസുരന്മാരിൽ ഉത്തമനാണ്. എന്തെങ്കിലും വരത്തെ നീ ഭരിച്ചുകൊള്ളുക. ഞാൻ എല്ലാ ആൾക്കാരുടെയും മനുഷ്യരുടെയും എല്ലാം ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരുന്നവനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇവിടെ കേട്ടോ. ഭഗവാൻ ആഗ്രഹങ്ങളൊന്നും സാധിപ്പിക്കാതെ ഭഗവാൻ പരീക്ഷിക്കുന്നവനാണെന്നൊക്കെ പറയും. ഭഗവാൻ ഒന്നും നമ്മളെ പരീക്ഷിക്കുന്നില്ല. നമ്മൾക്ക് അനുഭവിക്കേണ്ടതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതേ ഉള്ളൂ. അത് ഭഗവാൻ നമുക്കായിട്ട് തരുന്ന ശിക്ഷയോ അനുഭവങ്ങളോ പരീക്ഷണങ്ങളോ ഒന്നുമല്ല. അത് വരേണ്ടത് വന്നു ചേരും. അത് നമ്മളതങ്ങ് ഓർത്താൽ മതി. അല്ലാതെ ഭഗവാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ദുഃഖങ്ങളോ സുഖങ്ങളോ ഒന്നും തരുന്നില്ല. നമ്മളായിട്ട് അത് ദുഃഖവും സുഖവുമായിട്ട് കണ്ടുപിടിക്കുന്നതാണ്. മാമപ്രീണതായുഷ്മൻ ദർശനം ദുർലഭം ഹി മേ ദൃഷ്ട്വാ മാം ന പുനർജന്തുഹോ. പിന്നെ ആത്മാനം നാക്കണം. അരാ വെട്ടിയിട്ട് ആത്മാനം തപ്തുമർഹതി.
മാമപ്രീണതായുഷ്മൻ ദർശനം ദുർലഭം ഹി മേ ദൃഷ്ട്വാ മാം ന പുനർജന്തുഃ ആത്മാനം തപ്തുമർഹതി. അതുകൊണ്ട് എന്നെ കണ്ടത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് നീ ഒരു ദുഃഖങ്ങളും നിൻ്റെ ആത്മാവിന് ഒരു ദുഃഖങ്ങളും ഉണ്ടാകാൻ പാടില്ല. നീ അത് അർഹിക്കുന്നില്ല. ദുഃഖങ്ങളെ അനുഭവിക്കാൻ നീ അർഹനല്ല. സുഖങ്ങളായിരിക്കും നിനക്കുണ്ടാകുന്നതെന്ന് അനുഗ്രഹിച്ചു. പ്രീണതി ഹ്യധമാം ധീരാഃ സർവഭാവേന സാധവഃ ശ്രേയസ്കാമാ മഹാഭാഗാ സർവാസാം ആശിഷാം പതിം. പ്രീണന്തി ഹ്യധമാം ധീരാഃ സർവഭാവേന സാധവഃ ശ്രേയസ്കാമാ മഹാഭാഗാഃ സർവാസാമാശിഷാം പതിം. ശ്രേയസ്സിനെയൊക്കെ ആഗ്രഹിക്കുന്നവനും മഹാഭാഗ്യവാന്മാരും സ്വന്തം കാര്യം സാധിക്കാൻ സമർത്ഥന്മാരുമായ ആ ധീരന്മാർ എല്ലാ ആശിഷുകളുടെ പതിയായ എന്നെ, എല്ലാ അനുഗ്രഹങ്ങളുടെയും പതിയായ ആ സർവാധിപതിയായ എന്നെ സർവാത്മഭാവത്താൽ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഏവം പ്രലോഭ്യമാനോപി വരൈർലോക പ്രലോഭനൈഃ ഏകാന്തിത്വാത് ഭഗവതി നയിച്ചത് താനസുരോത്തമ. നയിച്ചത് താനസുരോത്തമ. അപ്പം നയിച്ചത് എന്നുള്ളതിൻ്റെ തേവും താനസുരോത്തമ എന്നുള്ളതിൻ്റെ തായും, അങ്ങനെയാണ് ഇത്താ വന്നിരിക്കുന്നത് അവിടെ. നയിച്ചത്താനസുരോത്തമഃ. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ സദ്വാസനാ നിരൂപണ പ്രകരണേ സമ്മുഖ നിരൂപണം നാമ നവമോऽധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ.